വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു 27 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 28 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. 28th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പല പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ചതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. Social stratification is the division of society into different layer or group. അതായത് പല ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ പല ലെയറുകളായിട്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് വിളിക്കുന്നത്. എന്താണ് സ്ട്രാറ്റ? സൊസൈറ്റീനെ പല പല ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പല പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ദിസ് കൺസെപ്റ്റ് ഈസ് ബോറോഡ് ഫ്രം ദി ജിയോളജിയിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ജിയോളജിയിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിനെ തിരിച്ചിട്ടുണ്ട്, അതുപോലെ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പല പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ സൊസൈറ്റിയെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല ഡിവിഷൻസ് ആക്കി, പല സ്ട്രാറ്റാസ് ആക്കി, പല ലെയേഴ്സ് ആക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. The earth is described as being made up of layers placed one upon the other. എർത്ത് എന്ന് പറയുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുന്ന ലെയറുകളായിട്ടാണ് നമ്മൾ എർത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എന്തും സൊസൈറ്റീനെയും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അൺലൈക്ക് ജിയോളജിക്കൽ ലെയേഴ്സ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി, ദീസ് ലെയേഴ്സ് ആർ റാങ്ക്ഡ് വൺ അബവ് ദി അതർ. മറ്റേത് ഒരു ലെയറിന് മുകളിൽ ഒരു ലെയറിനായി വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മുടെ സോഷ്യോളജിയിൽ നമ്മൾ സൊസൈറ്റീനെ സ്ട്രാറ്റിഫൈഡ് ചെയ്തിട്ടുള്ളത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, എന്താണ് റാങ്ക്ഡ് വൺ എബോവ് ദി അതർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റാങ്കിന് മുകളിൽ മറ്റൊരു റാങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെപ്രസെന്റ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്നിക്വാലിറ്റി. അതെന്തുകൊണ്ടാണ്? പല പല സോഷ്യൽ ഇന്നിക്വാലിറ്റി അതിലുണ്ട്. നമ്മളെ തിരിച്ചതിൽ എന്തുണ്ട്, പല പല ഇന്നിക്വാലിറ്റിയും ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൾച്ചറൽ ആവട്ടെ, എക്കണോമിക്കൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ഇന്നിക്വാലിറ്റികളും നമ്മളുടെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദി റാങ്കിങ് മീൻസ് ദർ ഈസ് ആൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് privileges and resources across these strata. നമ്മൾ പറഞ്ഞു പല പല സ്ട്രാറ്റകളാക്കിയിട്ട്, ഇതിപ്പോൾ പല പല സ്ട്രാറ്റകളാണ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, താഴ്ന്ന കാസ്റ്റും അതിൻ്റെ മുകളിൽ വേറെ കാസ്റ്റ്, ഏറ്റവും ഹയർ കാസ്റ്റിന് എന്താണ്, ഹയർ പ്രിവിലേജുകളായിരിക്കും. നല്ല സൊസൈറ്റിയിൽ നല്ല സ്ഥാനവും എല്ലാവർക്കും ഉണ്ടാവും, ഹയർ കാസ്റ്റിന് ഉണ്ടാവും. എക്കണോമിക്കലാണെന്നുണ്ടെങ്കിൽ ലോവർ, മിഡിൽ, അപ്പർ, അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലും പ്രിവിലേജ് ആർക്കായിരിക്കും, മുകളിലുള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ റിസോഴ്സിൻ്റെ വിതരണം, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യമായിട്ട് പ്രകൃതി തരുന്ന അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരെ അൺഈക്വൽ ആണ് ഈ സ്ട്രാറ്റകളിൽ. അതായത് മുകളിലുള്ള സ്ട്രാറ്റിൻ്റെ അത്ര ചിലപ്പോൾ ആർക്കുണ്ടാവില്ല, സെൻറ്ററിലുള്ള താഴെയുള്ള സ്ട്രാറ്റകൾക്ക്, സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. Those in higher positions are more privileged than their lower position. Higher പൊസിഷനിലുള്ള ആളുകൾക്ക് എപ്പോഴും എന്തായിരിക്കും, they are very privileged comparing to lower strata. Okay, typically in terms of power, wealth and prestige. Power, wealth, prestige ഇങ്ങനെയുള്ള പേരിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൊസൈറ്റീനെ സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് എന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലിയർ ആയല്ലോ. സൊസൈറ്റീനെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്ത് എന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത
ക്വസ്റ്റ്യൻ നോക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ്? എന്താണ് റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന്. ഒന്നുമില്ല. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ്, സോഷ്യൽ നോംസ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് പീപ്പിൾ ഇൻ സൊസൈറ്റി യൂഷ്വലി ഫോളോ കോമൺ റൂൾസ്. അതായത് സൊസൈറ്റിയിൽ എന്തുണ്ടാവും? ഒരു റൂൾ ഉണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും, കസ്റ്റംസ്, പല പല ആചാരങ്ങൾ ഉണ്ടാവും. അതെന്താണ്? എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെന്നാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, സ്കൂളിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, വീട്ടിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ജനറലായിട്ട് നമുക്കൊരു ബിഹേവിയർ ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എവിടെ ഉണ്ട്? നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഹാബിറ്റ് ഓഫ്, ഇനിയാണ് അതെന്താണ് കറക്റ്റ് ഒരു ഡിഫിനിഷൻ പോലെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദി ഹാബിറ്റ് ഓഫ് അക്സെപ്റ്റിംഗ് ആൻഡ് ഫോളോയിങ് സോഷ്യൽ നോംസ്. അതായത് സമൂഹത്തിലുള്ള സോഷ്യൽ നോംസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയും ഫോളോ ചെയ്യുന്നതിനെയും കൂടാതെ നമ്മൾ അതനുസരിച്ച് നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങും ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങും സ്പീക്കിങ്ങും നമ്മൾ ബിഹേവും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൊസൈറ്റിയിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ചിന്തിക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യുന്നത്, ഫുഡിൻ്റെ ഹാബിറ്റ് ആയാലും അതാണ് എന്തെന്ന് പറയുന്നത്? റൂൾ ഓഫ് കൺഫോമിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 13th ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു എവല്യൂഷണറി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാണ്. നമ്മൾ മനുഷ്യനുണ്ടായത് എന്തിൽ നിന്നാണ്? കുരങ്ങന്മാരിൽ നിന്നാണ്. പിന്നെ ആസ്ട്രലോപിതെക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ സാപ്പിയൻസ്, അങ്ങനെ 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 ഇന്ന് കാണുന്ന മനുഷ്യന്മാരായി മാറി. നമ്മൾ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നില്ല? 4 കാലിലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ 4 കാലിൽ? കുരങ്ങന്മാരെ പോലെ, മങ്കീസിനെ പോലെ 4 കാലിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളെങ്ങനെയാണ്? ഇറക്റ്റഡ് ആണെന്ന്, ഉയർന്ന് നിൽക്കാൻ കഴിയുന്ന മനുഷ്യന്മാരായി മാറി. അതൊരു എവല്യൂഷനാണ്, ഒരു ചേഞ്ചാണ്, കാലക്രമേണ ഉണ്ടായതാണ്. അങ്ങനെയുള്ള സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച്, അതിൻ്റെ എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Okay, so the evolutionary theory of social change suggests that societies change in manner similar to how biological organisms evolve. അതായത് ഇതും എങ്ങനെയാണ്, എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് ബയോളജിക്കൽ ഓർഗാനിസംസ് എവല്യൂഷൻ ചെയ്തു വന്നത്? അതായത് നമ്മളൊക്കെ എവല്യൂഷൻ ചെയ്തു വന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലെ മാറ്റങ്ങൾ എന്നാണ്. ഈ എവല്യൂഷൻ ഓർഗാനിസംസ്, നമ്മളൊക്കെ പോലെയുള്ള ആളുകൾ എവല്യൂഷൻ ചെയ്തു വന്നത് സൊസൈറ്റിയിലുള്ളൊരു ചേഞ്ച് അല്ലേ? അപ്പം അതൊരു സോഷ്യൽ എവല്യൂഷനായിട്ട് നമുക്ക് കണ്ടൂടെ? കാണാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ഡെവലപ്സ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ്. പല സ്റ്റേജസുകളിലൂടെ കടന്നു വന്നിട്ടാണ് ഇന്ന് നാം കാണുന്ന സൊസൈറ്റി ഉണ്ടായത്. എക്സാമ്പിൾ നമ്മൾ എന്ത് പറയും? നമ്മൾ പണ്ടുള്ള അതേ സംഭവങ്ങൾ തന്നെയാണോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്? പണ്ട് വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത്, അത് എഴുതിയിട്ട് നമ്മൾ ഇന്ന് ഇൻഡക്ഷൻ യൂസ് ചെയ്യില്ല എന്നുണ്ടോ? അല്ല. അപ്പം സീരീസ് ഓഫ് സ്റ്റേജസിലൂടെയാണ് എന്തെന്ന് സൊസൈറ്റി നിലനിന്ന് വന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അത് കരുതിയിട്ട് നമ്മൾ ഇന്ന് അനാചാരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം അതാണ് പറയുന്നത്, സീരീസ് ഓഫ് സ്റ്റേജസിലൂടെയാണ് നമ്മുടെ സൊസൈറ്റി കടന്നു വന്നിട്ടുള്ളത്. എങ്ങനെയാണ്? ഗ്രാജുവലി മൂവിങ് ഫ്രം സിമ്പിൾ സ്ട്രക്ചർ ടു കോംപ്ലക്സ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന്, അതായത് ഒരു വില്ലേജ് രീതിയിലുള്ള സ്ട്രക്ചറിൽ നിന്ന് ഇന്ന് നാം കാണുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ചേഞ്ച്. അതാണ് സോഷ്യൽ ചേഞ്ചിൻ്റെ എവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. This change is seen as progressive process where society continuously grows. അതായത് ഇതൊരു പ്രോഗ്രസീവ് പ്രോസസ് ആണല്ലോ. കാരണം എന്താ?
പണ്ടുള്ള അതേപോലെയാണോ ഇന്ന്? ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായില്ലേ? പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതാന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു എവല്യൂഷൻ ഓഫ് ചേഞ്ചിൽ, ഈ ഒരു സോഷ്യൽ ചേഞ്ചിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. വേർ സൊസൈറ്റി കണ്ടിന്യൂസ്ലി ഗ്രോ, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് സൊസൈറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ഇറ്റ് ക്യാപ്പബിലിറ്റീസ്, അതിൻ്റെ കഴിവുകൾ ക്യാപ്പബിലിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർന്നിട്ടുണ്ട്. ആൻഡ് ബിക്കംസ് മോർ അഡ്വാൻസ്ഡ്. ഇന്ന് എന്തായി? സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നതിൽ നമ്മൾ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്, റോബോട്ടുകളിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതൊക്കെ എന്താണ്? നമ്മുടെ ഒരു എവല്യൂഷൻ, സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു എവല്യൂഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ദിസ് എവല്യൂഷൻ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ചേഞ്ച് എഫക്റ്റിംഗ് നോട്ട് ഓൺലി ദ സൈസ് ബട്ട് ഓൾസോ ദ സ്ട്രക്ചർ. നമ്മുടെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ടെറിട്ടറിയൽ സൈസ്. അത് മാത്രമാണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? അല്ല. പകരം സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, സൊസൈറ്റീൻ്റെ സ്ട്രക്ചർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് എ സർട്ടൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച്. ഇതിൽ നിന്ന് എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു എവല്യൂഷനിലോട്ട് എത്തി നിൽക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ആരുമല്ല, സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എന്ത് എന്നുള്ളത് സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്താൽ മതി? ആലോചിച്ചിട്ട് എഴുതാൻ മതി. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. പണ്ട് ജസ്റ്റ് ഒരു നോക്കിയതിന് സാധാ ഫോണൊക്കെ ഉണ്ട്. അതിനു മുമ്പ് എന്താണ്? ഫോണ് വരെയില്ല. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ എവല്യൂഷൻ ചെയ്ത് വരുന്നതാണ് നമ്മൾ. ഇന്ന് നമ്മൾ അത്രയും ഡെവലപ്ഡ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊസൈറ്റിയിൽ, റോബോട്ടിക് സൊസൈറ്റിയിൽ നിലനിൽക്കുകയാണ് നമ്മൾ. അപ്പം അത്രയും ഡെവലപ്ഡ് ആയി ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ടെക്നോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതൊരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു എവല്യൂഷൻ പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ, പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 31st ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദി പ്രോബ്ലം? അതിൽ തന്നെ എയും ബിയും ഉണ്ട്. ഇതിൽ കുറേ എയും ബിയും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളോട് ഞാൻ ജസ്റ്റ് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എയും ബിയും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? 31 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലെ എ പാർട്ടാണ്, എ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്? ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലംസ് പ്രൈമർലി അറൈസിങ് ഫ്രം ദെയർ ട്രഡീഷണൽ പൊസിഷൻ. അവരുടെ ട്രഡീഷണൽ പൊസിഷനിൽ നിന്നാണ് അവരുടെ പ്രോബ്ലംസും ഉയർന്നു വരുന്നത്. എന്താണ്? അവരെവിടെ നിന്നാണോ ഉണ്ടായത്, അല്ലെങ്കിൽ അവരുടെ ജാതി, നമ്മൾ SC എന്ന് പറയുന്നത് എന്താണ്? ഒരു കാസ്റ്റ് ബേസിലാണ് പറയുന്നത്. ഏറ്റവും താഴ്ന്ന കാസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ SC എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ട്രഡീഷണൽ വേയിൽ നിന്നാണ് എന്തും ഉയരുന്നത്? അവരുടെ ഡിസ്ക്രിമിനേഷനും എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസും ഉയർന്നു വരുന്നത്. At the bottom of the caste system where they were forced to perform unclean job. അതായത് ബോട്ടം, ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് എന്താണ്? വളരെ അൺക്ലീൻ ആയിട്ടുള്ള ജോബും അൺക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസും അൺക്ലീൻ ആയിട്ടുള്ള ഹൗസും ലോ സ്റ്റാറ്റസും ലോ പ്രിവിലേജും ഒക്കെയാണ് ഈ ഒരു SC എന്ന് പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിന് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഒരുപാട് എന്തുണ്ടാവും? ജാതികൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് അവർ നേരിടുന്ന പ്രോബ്ലംസിനെ. ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നോ, നിങ്ങൾക്ക് SC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ബുക്ക് വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കിയെന്ന് മീൻസ് എന്തോ ഉണ്ടാക്കി എഴുതണം എന്നല്ല കേട്ടോ പറഞ്ഞാൽ, ബുക്കിലുള്ള പോയിന്റ്സ് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഇലാബറേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നതും മെയിൻ പോയിന്റ് മാത്രമാണ്. ബാക്കി ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് SC ആക്കേണ്ട ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ബിക്കോസ് നിങ്ങളാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവർ എന്ന് പറയുന്നത് അതിലോട്ട് നയിക്കുന്ന ആളുകളാണ്. ഇപ്പം
നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ആണല്ലോ. അതുകൊണ്ട് തന്നെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ മെൻഷൻ ചെയ്യുന്നതിൽ നിന്ന് വെച്ച് എലാബറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. അൺടച്ചബിലിറ്റിയും ഡിസ്ക്രിമിനേഷനും, തൊട്ടുകൂടായ്മയും വിവേചനവും. എന്താണ് ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്? അതായത് ഈ SC എന്ന് പറയുന്ന കാസ്റ്റുകളിലുള്ളവർക്ക് മറ്റുള്ള ഉയർന്ന കാസ്റ്റുകളിൽപ്പെട്ട ആളുകളെ പോലെ തന്നെ എല്ലാ പ്രിവിലേജുകളും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കിട്ടാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർക്കത് കൊടുക്കാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അൺടച്ചബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയും. നമുക്ക് അവരെ ചെറിയ കാസ്റ്റിൽപ്പെട്ട ആളുകളെ വലിയ കാസ്റ്റുകൾ കാണാൻ പാടില്ല, അവർ പോകുന്ന വഴിയിലൂടെ പോകാൻ പാടില്ല, അവർ വെള്ളം കോരുന്ന കിണറ്റിൽ നിന്ന് കുടിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ അൺടച്ചബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിവലൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ആൻഷ്യൻ്റ് മുതൽ മിഡീവലിൽ വരെ നമുക്ക്, ആൻഷ്യൻ്റിൽ വേദിക് പീരീഡിൽ നമുക്ക് അത്ര കാണാൻ പറ്റില്ല, പിന്നീടാണ് നമുക്കിത് കൂടുതലായിട്ട് കാണാൻ. മിഡീവലിലോട്ട് വരുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള പ്രാക്ടീസസ്, സോഷ്യൽ എവിൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അൺടച്ചബിൾ. അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ അന്നത്തെ അത്ര ഇല്ലെങ്കിലും ഇന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് ടോളറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, SC were traditionally treated as untouchables. അവർ തൊട്ടുകൂടാൻ പാടില്ല അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത ഒരു കാസ്റ്റ് ആയിട്ടാണ് അവരെ നമ്മൾ കാണപ്പെടുന്നത്. ആൻഡ് പെർസീവ്ഡ് ആസ് പൊല്യൂട്ടഡ്. അവരെ മലിനമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും കാണുന്നത്. അവർ ഭയങ്കര ലോക്കലാണെന്ന് വിചാരിച്ച് നമ്മൾ കാണില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് മീൻ ദേ വർ ബാൻഡ് ഫ്രം സർട്ടൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. ചില സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് അവരെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ പല ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട കുട്ടികൾക്കും ഇന്നും ചില സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടില്ല. അതൊക്കെ എന്താണ്, അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ് എഡ്യൂക്കേഷനിൽ. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ, അമ്പലങ്ങളിലോട്ട് ആർക്ക് കയറാൻ പറ്റില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റുകളിൽപ്പെട്ട ആളുകൾക്ക് കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ ഡിസ്ക്രിമിനേഷൻ. അതും ഒരു ഡിസ്ക്രിമിനേഷനാണ്, ഓൾസോ പാർട്ട് ഓഫ് അൺടച്ചബിലിറ്റി. അതൊരു അൺടച്ചബിലിറ്റിൻ്റെ പാർട്ടാണ്. ഇതൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് they could participate in village meetings and their children do not pay with a sense of higher caste, and they were prohibited from entering temples and use common well and tank. അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, കോമൺ ആയിട്ടുള്ള വെല്ല് ടാങ്കുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, സ്കൂളുകളിൽ പോകാൻ പാടില്ല, പൊതുവായിട്ടുള്ള റോഡുകളിൽ നടക്കാൻ പാടില്ല. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അൺടച്ചബിലിറ്റിയും അതുപോലെ ഡിസ്ക്രിമിനേഷനും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പോവേർട്ടി ആൻഡ് ലാക്ക് ഓഫ് മെറ്റീരിയൽ പൊസഷൻ. ഇന്നും അവർ പോവേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ലോ ഇൻകം ആയിട്ടുള്ള ആളുകളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പോവേർട്ടിയിലായാലും മെറ്റീരിയൽ പൊസിഷനിലായാലും. Scheduled castes were deprived of their economic rights. They were not allowed on material possession like house, land, animal, keeping them poor and dependent on others. Many lived in huts built and they mass and worked as agricultural laborers. എന്താണ് പറയുന്നത്, അവർക്ക് ഇന്നും എന്തില്ല, എല്ലാ ജോലികളും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മളെ പോലെയുള്ള പുതിയ വീട് സെറ്റപ്പ് അതൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പാടില്ല. ലാൻഡ് ഇതൊന്നും അവർക്കില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, വീട് അങ്ങനെയുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കലി അവർ വളരെ ലോ ആയിട്ടുള്ളതാണ്. അത് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡെപ്റ്റ് ആൻഡ് ബോണ്ടഡ് ലേബർ ആണ്. ഡെപ്റ്റ് ആൻഡ് ബോണ്ടഡ് ലേബർ, അതായത് ഡെപ്റ്റ് എന്ന് പറയുന്ന കടം, ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് വെച്ച് അല്ലെങ്കിൽ അവർ ഇത്ര കാലം ഇവിടെ പണിയെടുക്കണം, സ്ലേവറി പോലെയുള്ളൊരു ടൈപ്പാണ് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. അപ്പം ഇവർക്കുണ്ട ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് ഓഫ് പോവർട്ടി, അവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർക്ക് പോവർട്ടി ഉണ്ട്. ആ പോവർട്ടി കാരണം SC ഫാമിലിയിലെ അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നു, ലോണുകൾ എടുക്കുന്നു, ക്യാഷ് കടം വാങ്ങുന്നു. എന്തിന്, ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് അവർക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചടക്കാൻ കഴിയാതെ, അതിൻ്റെ പലിശയൊക്കെ തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അവരവരുടെ വീടും ലാൻഡും ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. ഇതൊക്കെ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്.
അങ്ങനെ അവർക്ക് ജോലിയിൽ, വീടിൽ, അതുപോലെ മെറ്റീരിയൽ പൊസിഷനിൽ, ഇൻകത്തിൻ്റെ കാര്യത്തിലായാൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാൽ, അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി, ട്രാവൽ ബാൻസ്, ഇതൊക്കെ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ നേരിടുന്ന പ്രോബ്ലംസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി 20 നമുക്ക് ഇതിലൊരു ബി ക്വസ്റ്റ്യനും കൂടിയും എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുമായി കാണാം. താങ്ക് യു.